സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ മകളാണ് ഗായികയും സംവിധായകയുമായ ഷാൻ ജോൺസൺ. വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ അവളെ എനിക്കറിയാം, ഗായകൻ വേണുഗോപാൽ പറഞ്ഞു. കിന്നരിയുള്ള കുപ്പായവും നടക്കുമ്പോൾ കരയുന്ന ഷൂസുമായി ജോൺസേട്ടന്റെ വിരൽ തൂങ്ങി സ്റ്റുഡിയോയിൽ അവൾ ഒരു മാലാഖിയെ പോലെ വരുമായിരുന്നു. അവൾ നന്നായി ഗിറ്റാർ വായിക്കും, സ്വന്തമായി ട്യൂൺ ചെയ്തു വരികൾ സ്വന്തമായി അവൾ തന്നെ എഴുതും. ഷാൻ ജോൺസന്റെ വളർച്ച എൻ്റെ കൺമുൻപിൽ ആയിരുന്നു. അവൾ വലുതായി. ഒരു ദിവസം ചോദിച്ചു, അങ്കിൾ ഇപ്പോൾ എത്രയാണ് പ്രതിഫലം വാങ്ങുന്നതെന്ന്. അന്ന് ഞാൻ അവളെ വഴക്കു പറഞ്ഞു. ഒരു ഡ്യുയറ്റ് സോങ് അവൾ സ്വന്തമായി എഴുതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. സുജാതയുടെ ശബ്ദം അവൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ഭാഗം റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ അവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അവൾ സംഗീതം നൽകിയ ഗാനത്തിന് എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. ആ ദിവസമായിരുന്നു അത്. അവളുടെ പ്രതിശുദ്ധ വരനുമൊത്ത് വരാമെന്നായിരുന്നു അവൾ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്യാമെന്നായിരുന്നു അവളുടെ ഐഡിയ. ഞാൻ അവളെ കാത്തിരിക്കുകയായിരുന്നു. സമയം 11 മണി കഴിഞ്ഞു. ആ സമയത്താണ് സംവിധായകൻ വിജയ് തമ്പി വിളിച്ചു പറഞ്ഞത്, ഒരു മരണ വാർത്ത കേൾക്കുന്നു, എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഈ വാർത്ത സത്യമാകരുതേ എന്ന പ്രാർത്ഥനയിൽ അറിയാവുന്ന പലരെയും വിളിച്ചു ചോദിച്ചു. ഏഷ്യാനെറ്റിൽ അപ്പോഴേക്കും സ്ക്രോളിംഗ് ന്യൂസ് കൊടുത്തു തുടങ്ങിയിരുന്നു. ഞാൻ ശരിക്കും വിറങ്ങലിച്ചിരുന്നു പോയി. ഒരു സ്ലോ മോഷൻ റീല് പോലെ ആ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ ഓരോന്നായി കാലം തല്ലിക്കൊഴിക്കുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്നു. ആദ്യം ജോൺസൺ മാഷ്, പിന്നെ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മകൻ റൺ ജോൺസൺ മരിച്ചു. വിധിയുടെ ക്രൂര വിനോദങ്ങൾക്ക് ഇരയായവരാണ് ആ കുടുംബം എന്ന് വേണുഗോപാൽ പറഞ്ഞു. മകനും മകളും ഭർത്താവും അകാലത്തിൽ പൊലിഞ്ഞപ്പോൾ ജോൺസൺ മാഷിന്റെ ഭാര്യ എല്ലാറ്റിനും മൂകസാക്ഷിയായി ജീവിച്ചു. 2016 ഫെബ്രുവരി 5-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഷാൻ വിട പറയുന്നത്. 10 വർഷം കഴിഞ്ഞുവെങ്കിലും ഇന്നും അവൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. ഷാൻ ജോൺസൺ അവസാനമായി ഒരുക്കി വെച്ച ആ ഗാനം ഇതാണ്. ഇളവയിൽ കൊണ്ടു നടന്ന നാളുകൾ, ഇടവഴിയിൽ ഹൃദയങ്ങൾ തുറന്ന വേളകൾ.